ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. നമ്മളിന്നൊരു അവിയൽ ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ പുറത്ത് നല്ല മഴയുണ്ട്. അപ്പം എല്ലാ വീഡിയോയിലും നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ നല്ല മഴ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ. എപ്പോഴും മഴയാണ്, തോരുന്നേ ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തോർന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ പുറത്തുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇടാനായിട്ട്. പക്ഷേ നമുക്ക് കിട്ടിയത് ചപ്പടത്തിപ്പോവാണ് കേട്ടോ. ഇത് തല വയ്ക്കാനുമല്ല അവിയലുണ്ടാക്കാനുമല്ല, ഇതെനിക്ക് താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മഴയില്ലാത്ത സമയത്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒന്ന് പറിച്ചൊന്നേ ഉള്ളൂ. നല്ല ചെമ്പരത്തിപ്പൂ, അതിൻ്റെ ഇലകളെല്ലാം നുള്ളി വെക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്കിത് എടുത്ത് വെക്കാമല്ലോ, താളി ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇതാ ഞങ്ങൾ സൂക്ഷിച്ചാണ് പോകുന്നത്, ഇല്ലെങ്കിൽ ഭയങ്കര തെന്നിക്കിടക്കും കേട്ടോ. നമ്മൾ അടപടലം വീണ് കിടക്കും. അപ്പോൾ നമ്മളിത് ഞുള്ളിയതിന് ശേഷം ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് തൊട്ടപ്പുറത്ത് കുറച്ച് പൂവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൂവും പറിച്ചു. അപ്പോഴാണ് ഇതേ കാന്താരമുളക് നിൽക്കുന്നത്. അപ്പോൾ കാന്താരമുളകും ഏതായാലും വന്നതല്ലെന്ന് ഓർത്ത് ഞാൻ പറിച്ചു. വല്ല മുട്ടയ്ക്കകത്തൊക്കെ ഇടാമല്ലോ, മുട്ടയൊക്കെ പൊരിക്കുമ്പോഴേ. അങ്ങനെയൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് ഇവിടെ ചേമ്പിൻ്റെ താൾ ഒരുപാടുണ്ട് കേട്ടോ. ചേമ്പല ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതിനകത്ത് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു കൊതി തോന്നുമല്ലോ, അതിനകത്ത് വെള്ളം വീഴുന്ന കാണാനായിട്ട്. പക്ഷേ വെള്ളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളൊന്ന് കൊട്ടിയിട്ട് നമ്മൾ വേഗം പോയി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും കാന്താരമുളക് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പറിച്ചില്ല. ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് നമ്മളങ്ങോട്ട് മുന്നോട്ട് പോയി. തിരിച്ചു വരുമ്പോൾ പറിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും അവിയലിനുള്ള കഷ്ണങ്ങളാണ് തപ്പുന്നത്. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒന്നും പൂക്കുന്നില്ല, ഒന്നും കായ്ക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പോയപ്പം ഇവിടെ ഒരു വഴുതനങ്ങ നിൽപ്പുണ്ട് കേട്ടോ. എന്നാൽ അതെടുത്തിട്ട് അവിയലിനകത്തിടാമെന്ന് വിചാരിച്ചപ്പം തിരിച്ച് വന്നിട്ട് പറിക്കാമെന്ന് കരുതി ഞാൻ ഇട്ടിട്ട് പോയി. മുന്നോട്ട് വീണ്ടും പച്ചക്കറി നോക്കി പോവാണ്. ഇവിടെയൊക്കെ അത് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നിലും കാവില്ല, പോവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും നമുക്കത് മനസ്സിലായതുകൊണ്ട് നമ്മൾ തിരിച്ച് പോയേക്കാമെന്ന് വിചാരിച്ചു. ആകെപ്പാട് 2 ചക്ക കിടക്കുന്നത്. ചക്കയാണെങ്കിൽ അവിയലിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വേഗം ചക്കയും കപ്പയൊക്കെ വിട്ടിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഞാനിവിടുന്ന് ആ വഴുതനങ്ങ പറിക്കാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങ് പോരുകയാണ് ചെയ്തത്. വന്ന വഴിക്ക് പിന്നെ നമ്മൾ ഏതായാലും നോക്കി ചിരിച്ച് കാണിച്ചതല്ലേ നോക്കണ്ട, 3-4 കാന്താരിമുളക് പറിച്ചിട്ട് പോകുന്നു കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഏതെങ്കിലും കറിക്കകത്തോ അല്ലെങ്കിൽ മുളക് പൊട്ടിക്കുമ്പോഴോ അങ്ങനെയൊക്കെ നമുക്ക് ഇടാമല്ലോ. നമ്മൾ ഈ കാന്താരിയാണ് മെയിനായിട്ട് ഇടുന്നത് കേട്ടോ. മറ്റേ ചെറിയ കാന്താരി ഇവിടെ ഉണ്ടാവാറില്ല. എനിക്ക് ഈ വെള്ളക്കാന്താരി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് പറിച്ച് വെക്കും. എന്നിട്ട് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മേടിക്കണ്ടല്ലോ, മുളക് മേടിക്കുന്നത് ഉപയോഗിക്കുന്നതിലും നല്ലത് നമ്മുടെ വീട്ടിലെ കാന്താരിയല്ലേ. അപ്പോൾ ഇതാ കാന്താരിയൊക്കെ പറിച്ചിട്ട് ഞാൻ വഴുതനങ്ങ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറിക്കാൻ മറന്നുപോയി. ഞാൻ വീണ്ടും പോകുന്നു കേട്ടോ. തിരിച്ചിങ്ങ് പോകുന്ന കഴിഞ്ഞപ്പോഴാണ് മുറ്റത്ത് വന്നപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിനകത്ത് കുറച്ച് വെണ്ടയ്ക്ക നിൽപ്പുണ്ടായിരുന്നു. ഇതും അവിയലിടാൻ പറ്റില്ല, എന്നാലും ഞാനത് പറിച്ചു. നല്ല സൂപ്പ് വയ്ക്കുകയോ നല്ല മെഴുക്ക് വരട്ടുകയൊക്കെ ചെയ്യാമല്ലോ. ആകപ്പാടെ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് അവിയലിനകത്ത് ഇടാൻ കിട്ടിയത് ഈ പച്ചമുളക് മാത്രമാണ് കേട്ടോ. പച്ചമുളക് മാത്രം വെച്ച് അവിയലുണ്ടാക്കാൻ പറ്റില്ല എന്നറിയാം, എന്നാലും നമ്മൾ കിട്ടിയതെല്ലാമായിട്ട് പോകുന്നു. ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. നമ്മൾ ഇതിനിടയ്ക്ക് 2-3 സീതപ്പഴവും കൂടെ കിട്ടിയായിരുന്നു കേട്ടോ. ഇവിടെ കസ്റ്റാർഡ് ആപ്പിൾ സീതപ്പഴമായിട്ട് ഞാനിങ്ങനെ പോകുന്നു. കുറച്ച് 3-4 സീതപ്പഴം കിട്ടിയായിരുന്നു. അതുമായിട്ട് പോന്നിട്ട് നേരെ വന്നത് മാങ്ങ, മുരിങ്ങയ്ക്ക, കിഴങ്ങ്, മുളക്, പടവലങ്ങ, എല്ലാ സാധനവും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വാഴയ്ക്ക, പിന്നെ അമ്മ പോയി വഴുതനങ്ങ പറിച്ചിട്ട് വന്നു. അമ്മ പറഞ്ഞു നിങ്ങളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെ പോയി വഴുതനങ്ങ പറിച്ചിട്ട് വന്നു. ആകപ്പാടെ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയത് അത് മാത്രമാണ്. പിന്നെ ബീൻസ്, പയർ, ക്യാരറ്റ്, സബോള, വെളുത്തുള്ളി എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആകാശവെള്ളരിയാണ് ആ പകുതിയായിട്ടിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഈ അവിയലിലേക്ക് അങ്ങ് എടുത്ത് വെച്ചു. അപ്പോൾ ഇത്രയും സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നല്ല രസമല്ലേ ഇലയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട്. നല്ല നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മളതിന് ശേഷം നമ്മൾ സ്റ്റവ് കത്തിച്ച് അതിലേക്ക് ചട്ടി വെച്ച് അതിലേക്ക് സാധനങ്ങളെല്ലാം ഇട്ടു കേട്ടോ. ഇതിലേക്ക് വേറെ ഒന്നും ഇട്ടിട്ടില്ല. നമ്മളിപ്പോൾ ഇത് ഉപ്പ് ഇടാൻ പോകുന്നേ ഉള്ളൂ. ഉപ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ ഉപ്പ് കല്ല് പൊടിച്ച് വെക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കിട്ടിയ പോലെ ഇരിക്കുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം, അല്പം വെള്ളം, ഒരു 1/4 ഗ്ലാസ്, 1/2 ഗ്ലാസ് കഷ്ടിച്ച് വെള്ളം ഒഴിച്ച ശേഷം നമ്മളിത് അരപ്പിനുള്ളതൊക്കെ റെഡിയാക്കുകയാണ്. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, വെളുത്തുള്ളി എല്ലാം കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു. എപ്പോഴും ചതയ്ക്കുന്നതാണ് നല്ലത്. ആസ് യൂഷ്വൽ നമുക്ക് മടിയായതുകൊണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കും കേട്ടോ. അപ്പോൾ അന്നേരത്തേനും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവിയൽ വെന്തിട്ടുണ്ടായിരുന്നു. അവിയലൊന്ന് നല്ലപോലെ വെള്ളമുണ്ട്, പകുതി വേവായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടു കേട്ടോ. ഒന്ന് കുടഞ്ഞ് മറിച്ചിടുമ്പം മുകളിൽ കിടക്കുന്ന വേവാത്ത കഷ്ണങ്ങളെല്ലാം താഴേക്കും പോകും, താഴത്തെ വെന്ത കഷ്ണങ്ങളെല്ലാം മുകളിലേക്കും വരും. അല്ലെങ്കിൽ കുറച്ച് മാത്രമേ ഇങ്ങനെ വെന്ത് കിടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇളക്കി മറിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരപ്പിട്ടിട്ട് പിന്നെ ഈ അരപ്പ് വേവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ വെക്കും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെക്കും. അപ്പോൾ അത് ഇളക്കുമൊന്നുമില്ല, ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെക്കത്തേ ഉള്ളൂ. അതിന് മൂടി വെച്ചതിന് ശേഷം
നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ അരപ്പ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് എപ്പോഴും ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അവസാനം ഇളക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി വെള്ളമൊക്കെ അതിനുള്ളിലുള്ളതൊന്നും അടിക്കൊന്നും പിടിക്കില്ല കേട്ടോ. ചട്ടിയുടെ അടിയിലേക്കൊന്നും കക്കം പിടിക്കില്ല. അപ്പോൾ ഇതാ ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ മുകളിലോട്ട് നമ്മൾ തൂവി കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോഴാണ് ആകപ്പാടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. നേരത്തെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നുണ്ടായിരുന്നില്ല, കഷ്ണത്തിലൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ വെളിച്ചെണ്ണ. ഏറ്റവും അവസാനം നമ്മളിതാ ഇതുപോലെ ഇളക്കി മറിച്ചതിന് ശേഷം അപ്പോഴേക്കും വെള്ളം വറ്റാറാവും. ആവശ്യത്തിന് വെള്ളം എത്തി ആവശ്യത്തിന് മാത്രം വെള്ളം എത്തും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരുപാട് കുഴഞ്ഞു പോകാണ്ട് നമ്മൾ ഒത്തിരി ഇളക്കാണ്ട് നമ്മുടെ അവിയൽ ഇപ്പോൾ ഇതാ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് ഇതും കൂട്ടി ഇപ്പോൾ ചോറുണ്ണാറായിട്ടുണ്ട്. നമുക്കിപ്പോൾ ചോറുണ്ണാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ചോറുണ്ണാൻ പോവാണ്. നല്ല ചോറും ചൂട് ചോറും അവിയലും കൂട്ടി കഴിച്ചിട്ട് വരാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.